ഹായ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ ഞാൻ എടുത്ത ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു എൻ്റെ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിനടുത്തുള്ളൊരു ഓഫീസിൻ്റെ പേര് ബ്ലൂ നൈൻ എന്നാണ്. അവിടെ നടന്ന ഒരു സ്കാമിനെ കുറിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ആ പയ്യൻ്റെ പേരെന്താ പറയാത്തതെന്ന്. അപ്പം പേര് പറയണ്ട എന്നുള്ളൊരു വിചാരത്തിലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് പറയാതിരുന്നൊരു കാര്യമില്ല. കുറേ പേര് ചോദിച്ചു, പറഞ്ഞു പേര് പറയണം, പേര് പറഞ്ഞാലേ ഇങ്ങനൊരു പയ്യൻ ഇനിയിപ്പോൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്താൽ അറിയത്തുള്ളൂ. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോഴും ഇങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പല സ്ഥലത്തും ഇവൻ പറ്റിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോലീസ് പിടിക്കും, ഇടയ്ക്ക് അകത്ത് കിടക്കും, പിന്നെ ഇറങ്ങും. കേരളത്തിൽ പല ഡിസ്ട്രിക്റ്റിലും ഇവനെക്കുറിച്ച് ഇപ്പോൾ പരാതിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടാണ് ഞാൻ പേര് പറയാമെന്ന് വിചാരിച്ചത്. അവൻ കോഴിക്കോടുള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. എൻ്റെ പേര് അക്ഷയ് നോട്ടിക്കണ്ടത്തിൽ നിന്നാണ്. അക്ഷയ് NK എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അവൻ YMCA ക്രോസ് റോഡിലാണ് അന്ന് താമസിച്ചിരുന്നത്. എന്നോട് പാലസ് റോഡെന്നും എന്നോട് ഏതൊക്കെയോ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് ആ വീട് ഇവൻ കുറേ പൈസയൊക്കെ പറ്റിച്ചപ്പോൾ ഇവൻ പുതിയൊരു വീട് വാങ്ങിച്ച് അങ്ങോട്ട് മാറിയായിരുന്നു. പക്ഷേ കേസിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം അവർ അവിടെ നിന്ന് പിന്നെ ആ വീട് വിട്ട് അവരെ പഴയ വീട്ടിൽ തന്നെ പോയെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഈ അഡ്രസ്സിലുണ്ടോയെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ കേസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2016 ലാസ്റ്റിലൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ 2016 ഡിസംബറിലൊക്കെ ആയിട്ടാണ് ഞാൻ ഈ പയ്യൻ്റെ പേരിൽ FIR ഇട്ട് കേസൊക്കെ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇപ്പോഴും നമ്മളതിൻ്റെ പിറകെയുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നാട്ടുകാരുടെ തെറിവിളിയും അല്ലെങ്കിൽ ഭീഷണിയും ഒക്കെ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി സ്വപ്നം തന്നെയാണ്. ആ ഒരു സമയത്തൊക്കെ ഉറക്കമില്ലാതെ രാത്രി എണീച്ചിരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല രാത്രികളിലും അതൊക്കെ ആലോചിക്കുമ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിൽ ഇതിങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഫാമിലി ഇഷ്യൂസ്, അല്ലാതുള്ള മെൻ്റൽ ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് നമ്മൾ അത് ഫേസ് ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ നമ്മുടെ ജോലി തന്നെ ഒക്കെ നഷ്ടപ്പെട്ട ഒരു അവസരമാണ്. അതൊക്കെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, ജോലി എല്ലാവരും കൂടി ചേർന്നിട്ട് ഇല്ലാതാക്കിയതാണ്. അപ്പം അവർ പിന്നെ ഒരു കുടുംബം എങ്ങനെ ജീവിക്കുമെന്നോ അങ്ങനെ അതൊന്നും അവർക്കറിയണ്ട. അതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് അവൻ ഒരു നമ്മളെ പറ്റിക്കുന്ന ഒരുത്തൻ നമ്മളോട് കാണിക്കുന്ന ഒരു വഞ്ചനയുടെ ഒരു രീതിയുണ്ട്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ പേരിൽ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ അച്ഛനെയും അമ്മയൊക്കെ മാറ്റി പറയുക എന്നുള്ളത് ഞാൻ ഇവനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് കോഴിക്കോട് പോയപ്പോൾ ഇവൻ്റെ വീട്ടിൽ പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവനെ വിളിച്ചു. അപ്പോൾ ഇവൻ്റെ അഡ്രസ്സ് അവൻ്റെ പാസ്പോർട്ടിൽ അവൻ്റെ ഒരു ഡോക്യുമെൻറ്റിൽ ഇവൻ്റെ അഡ്രസ്സ് ഉണ്ട്. അവിടെ അടുത്ത് പോയി നിന്ന് വിളിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വലിയൊരു വീടാണ് എന്നാണ് പറഞ്ഞത്. അടുത്ത് പോയി നിന്നിട്ട് നമ്മൾ ആ ഒരു അഡ്രസ്സിന് അടുത്ത് പോയി നിന്നിട്ട് ഇവൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഇനിയൊരു കൊച്ചു വീടെന്ന് വെച്ചാൽ അത് വീടെന്ന് ഉള്ളതല്ല, ഒരു വർഷങ്ങളായിട്ട് പെയിൻ്റൊന്നും പ്രോപ്പറായിട്ട് ഒന്നും അടിച്ചിട്ടില്ലാത്ത, ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു കുഞ്ഞൊരു വീട്ടിൽ നിന്നാണ് ഇവൻ ഇറങ്ങി വന്നത്. അപ്പം തന്നെ പിന്നെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നാണല്ലോ ഇറങ്ങി വന്നത്. പക്ഷേ ഇവനെ അപ്പം തന്നെ വിളിച്ചു. പക്ഷേ ഹസ്ബൻഡ് ഇവനെ കാണാൻ നിന്നില്ല, തിരിച്ചു പോന്നു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ കുറേ നമ്മളതൊക്കെ പിന്നെയാണ് അറിയുന്നത്.
ഇവൻ്റെ വീട് ഇതാണെന്നും അല്ലെങ്കിൽ നമ്മൾ പിന്നെ അന്വേഷിച്ച് പോയപ്പോഴൊക്കെയാണ് ആദ്യം ഇവൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മളെ വന്നിട്ട് ഇവൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവനെ അതാണ് വീടെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നിട്ട് അപ്പം ഞങ്ങളിങ്ങനെ സംശയത്തോടെ ചോദിച്ചു, ഇതാണോ വീട്? അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, ഇതല്ല വീട്, അവൻ്റെ വീട് കുറച്ച് ദൂരെയാണ്, ഇത് അവൻ്റെ കൂട്ടുകാരുടെ വീടാണ്. ഞങ്ങൾ പറഞ്ഞു, ഈ വീടല്ല കാണാൻ ഞങ്ങൾ വന്നത്. ഓക്കെ, ഞങ്ങൾ അവൻ്റെ വീട് കാണാനാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യുക? അച്ഛൻ വന്നില്ല എന്ന്. അപ്പം ഞാൻ ഈ ഫോട്ടോ കണ്ട ഒരു ഓർമ്മയ്ക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരാളിങ്ങനെ മിണ്ടാതെ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരനെ കണ്ടാലേ അറിയാം, ഒട്ടും ഇവൻ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. അയാൾ എവിടെയൊക്കെയോ വീട്ടുപണിയും അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ദിവസ വേലയ്ക്ക് വീട് വൃത്തിയാക്കാൻ പോവുക, അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ പിന്നെ പറമ്പ് വൃത്തിയാക്കാൻ പോവുക, അങ്ങനെയൊക്കെ ഉള്ള ആളിനെയാണ് ഇവൻ പറഞ്ഞത് എബ്രോഡും നാട്ടിലൊക്കെ ആയിട്ട് ഭയങ്കര ബിസിനസ്സാണെന്നുള്ളത്. എന്നിട്ട് അയാൾക്ക് ഇതറിയാം, കള്ളത്തരം ആണ്, അയാളും കൂടെ ചേർന്നിട്ടോ എന്തോ ആണ്. ഇതെല്ലാം അയാളുടെ നിപ്പ് കാണുമ്പോഴേ നമുക്കറിയാം. അയാൾ ഒന്നും മിണ്ടുന്നില്ല. ഞാനാണ് അച്ഛൻ എന്നുള്ളത് പോലും അവിടെ അങ്ങേര് മിണ്ടുന്നില്ല. അവസാനം ഞാൻ ഈ ഫോട്ടോ ഇയാളെ പോലെ ഉള്ളൊരു ആളാണല്ലോ ഞാൻ ഫോട്ടോയിൽ കണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ സ്വന്തം അച്ഛനെയാണോ ഇവൻ മാറ്റി പറഞ്ഞത് എന്ന്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ കേട്ടൊരു വാർത്തയാണ്, അവൻ കൊല്ലത്ത് ഒരു പെണ്ണിനെ കല്യാണം ആലോചിച്ചു. പക്ഷേ അച്ഛനെയും അമ്മയൊന്നും പിന്നെ ഇവൻ്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയൊന്നും അല്ല അവൻ അവിടെ പെൺവീട്ടുകാരെ കൊണ്ടുപോയി കാണിച്ചത്. അവൻ്റെ ഏതോ ഒരു സിനിമയിൽ പൃഥ്വിരാജ് എന്താണ് അമ്മയും അച്ഛനെയൊക്കെ ഒരു മാറ്റി കാണിക്കുന്നില്ലേ, അതേപോലെ ഇവൻ വേറെ ആരെയൊക്കെയോ കൊണ്ട് അവിടെ ഭയങ്കര പോഷ് ഫാമിലിയാന്നുള്ള രീതിയിൽ കാണിച്ചു. എന്നിട്ട് അതിൽ പിന്നെ എന്തോ ഇവൻ പൈസ പെണ്ണിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ കേട്ട വാർത്തയാണ്. അത് ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ അച്ഛനും അമ്മയും ബന്ധുക്കളെയൊക്കെ എങ്ങനെയാണ് ഇവൻ മാറ്റി കാണിക്കുന്നതെന്നുള്ളത് അറിയത്തില്ല. എങ്ങനെ ഇത് അങ്ങേ അറ്റം കള്ളത്തരം ഉള്ളവരൊക്കെയാണ് ഇങ്ങനെ. പിന്നെ ഇവൻ എപ്പോഴും ട്രിവാൻഡ്രത്ത് വരുന്നതും പോകുന്നതും ഒക്കെ ഫ്ലൈറ്റിൽ നിന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, അവൻ ഇപ്പം നാട്ടുകാരുടെ പൈസ ഉണ്ടല്ലോ കയ്യിൽ, അപ്പം എപ്പോഴും ഇവൻ ഫ്ലൈറ്റിൽ വരുന്നു, ഫ്ലൈറ്റിൽ തിരിച്ചു പോകുന്നു. പിന്നെ ബ്രാൻഡഡ് ഡ്രസ്സസ്, അവൻ എപ്പോഴും ട്രിവാൻഡ്രത്ത് നമ്മൾ ഓഫീസിലൊക്കെ വരുമ്പോഴത്തേക്കും അവൻ എപ്പോഴൊക്കെ ഷോപ്പ് ചെയ്യണം. ഓക്കെ, അവൻ പോകുന്നതെല്ലാം ഭയങ്കര ബ്രാൻഡഡ് ഡ്രസ്സിൻ്റെയൊക്കെ കടകളിലൊക്കെയാണ്. പിന്നെ കൂടിയ സ്ഥലത്തൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ഫുഡാണ് ഇവൻ കഴിക്കുന്നത്. പിന്നെ ഇത് അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളും. പിന്നെ ഇവൻ പിന്നെ വണ്ടി അവൻ യാത്ര ചെയ്യുന്നതെല്ലാം വലിയ വലിയ കാറിലൊക്കെ യാത്ര ചെയ്യൂ. അപ്പം ഇവിടെ വന്നിട്ട് അവന് ബെൻസ് എല്ലാം റെൻ്റാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ഈ കേസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോൾ ഹിസ്റ്ററി എടുക്കുമ്പോഴും അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോഴും ഒക്കെ നമ്മൾ പോലീസുകാർ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അവൻ വലിയ വണ്ടികളിലൊക്കെയാണ് നടക്കുന്നത്, അതും റെൻറ്റിനെടുത്തിട്ട്. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അവൻ ബെൻസിലും അല്ലെങ്കിൽ അതേപോലെയുള്ള വലിയ വലിയ കാറിലൊക്കെയാണ് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ അവന് പൈസ വേണമല്ലോ. അവന് ഈ ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവൻ നല്ലൊരു ഡ്രസ്സ് ഇടുന്നതും അവൻ അത്രയും വിദഗ്ധമായിട്ട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സും ഫുഡും ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളും അല്ലെങ്കിൽ അവനെല്ലാം അങ്ങനെയുള്ള സംഭവം. അപ്പം നമ്മൾ വിചാരിക്കും ഇവന് ഭയങ്കര നല്ല ഫിനാൻഷ്യലി സൗണ്ടായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ അവന് പിന്നെ
പോളണ്ടിൽ ബിസിനസ്സുണ്ട്. ഇവൻ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയ പൈസ എല്ലാം അവൻ്റെ അവിടെ പുറത്ത് കൊണ്ടുപോയി അവൻ എന്തൊക്കെയൊക്കെ വാങ്ങിച്ചു. വീടോ കാറോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് അങ്ങനെ എന്തൊക്കെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോവാൻ എന്നുള്ള രീതിയിൽ മുംബൈയിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ എല്ലാ എയർപോർട്ടിലും ഫ്ലാഗ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാരണം അവനെ പിടിക്കാൻ പറ്റിയത്. അപ്പം നമ്മൾ പക്ഷേ എന്തൊക്കെ ചെയ്താലും നമ്മൾ അനുഭവിക്കാനുള്ളത് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരുടെ തെറിവിളിയാണേലും ഭീഷണിയാണേലും എല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇവൻ പിന്നെ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണേലും നമ്മളോടുള്ള കാണിക്കുന്ന അടുപ്പം നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ട് നമുക്കത് ഒട്ടും നമുക്ക് ഒരു സംശയം പോലും തോന്നത്തില്ല. അമ്മ അതേപോലെയാണ് അവൻ നമ്മളോട് പെരുമാറുന്നത്, നമ്മളെ കൂടെ നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ നമുക്ക് എത്രയൊക്കെ നമുക്ക് ഒരു രീതിയിൽ സംശയം തോന്നാത്ത രീതിയിലാണ് ഇവൻ്റെ ഇടപെടൽ. പിന്നെ നമ്മൾ ഒഫീഷ്യലി ആണെങ്കിലും ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം അവൻ തരുന്നു. നമ്മളെ അടുത്തിരുന്ന് തന്നെ ഒരു ഒഫീഷ്യൽ ഈ നമ്മുടെ പോളണ്ടിൽ അവിടുത്തെ ഓഫീസുമായി സംസാരിക്കുന്നു. പിന്നെ അങ്ങനെയുള്ള എന്താ പറയുക, അതിനൊക്കെ നമുക്ക് ഒരു വിധത്തിലും സംശയം തോന്നത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവൻ്റെ രീതി ഇങ്ങനെയൊക്കെയാണ്. ഞാൻ നോക്കിയിട്ട് പല ആൾക്കാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ചെയ്യുന്നത്. വലിയ കാറിലേ നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ വീട്ടിൻ്റെ ഫോട്ടോസ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വീട് വെക്കുന്ന വീടാണ്, ഇപ്പം അടുത്ത ആഴ്ച പാല് കാച്ചാണ്, അല്ലെങ്കിൽ അടുത്ത ഇനോഗ്രേഷന് ഹൗസ് വാമിങ്ങിന് എല്ലാവരും വരണം, ചേച്ചി ചേട്ടൻ ഒക്കെ വരണം കേട്ടോ, ഞാൻ ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് അങ്ങ് കൺവിൻസ് ചെയ്ത് സംസാരിക്കും. ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹിച്ച് കൊല്ലും, അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കൂടുതൽ ഇതൊക്കെ കാണിക്കുന്നവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കണം. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ അന്വേഷിക്കണം. നമുക്ക് വണ്ടി റെൻറ്റിന് എടുക്കാം, ഓഫീസ് റെൻറ്റിന് എടുക്കാം, അതെല്ലാം എടുക്കാം. പക്ഷേ നമ്മൾ ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ഇവർ പറയുന്നതും അതുമായിട്ട് എന്തെങ്കിലും ഒരു മാച്ച് ഉണ്ടോ എന്നൊക്കെയുള്ളത് നമ്മളൊന്ന് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫാമിലിയൊക്കെ മൊത്തത്തിൽ മാറ്റി കാണിക്കുന്നവരെ എങ്ങനെ അന്വേഷിച്ചാലും കിട്ടത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൂചനകൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മളത് കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും അതിനപ്പുറം എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് നമ്മുടെ കേരള പോലീസിനോടാണ്. ഞാനത് കേസ് കൊടുക്കാൻ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇഷ്ടം പോലെ പൈസ കയ്യിൽ വേണം, എന്നാലേ കേസ് നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ പരാതി കൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ എൻ്റെ ഓഫീസിൻ്റെ പരിധിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായിരുന്നു എൻ്റെ ഓഫീസ്. അപ്പം എല്ലാവരും ഞാൻ കേസ് കൊടുക്കാൻ പോയപ്പോൾ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചതായിരുന്നു. അയ്യോ, കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളും ആയിരങ്ങളും ഒക്കെ കയ്യിൽ വേണം കേട്ടോ, എന്നാലേ കേസ് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർ പരാതി എടുക്കത്തില്ല. നമ്മൾ പരാതിയായിട്ട് ചെല്ലുമ്പോൾ നമ്മളെ പ്രതിയാക്കാൻ നോക്കും, അല്ലെങ്കിൽ നമ്മളെ അതിൻ്റെ അകത്ത് കൊടുക്കും എന്നൊക്കെയുള്ളൊരു ഇതിൽ ആൾക്കാരെന്നോട് പറയുമായിരുന്നു. പക്ഷെ നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചാണ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തത്. പക്ഷേ നമ്മൾ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ ഒബ്വിയസ്ലി അവർക്കറിയത്തില്ല നമ്മൾ ഇനിയിപ്പം പരാതി ഏത് രീതിയിലാണ് കൊടുക്കുന്നത്, നമ്മൾ പറയുന്നതൊക്കെ കറക്റ്റാണോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ളത് പല സംശയങ്ങളും അവർക്കും ആദ്യം വരാം. ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഒരു പരാതിയായിട്ട് ചെല്ലുമ്പോൾ എല്ലാ രീതിയിലും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. അപ്പം നമ്മൾ ഉള്ള കാര്യങ്ങൾ കറക്റ്റാണെങ്കിൽ നമ്മൾ എത്ര ചോദിച്ചാലും നമ്മൾ ഉള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ.
അതിനിപ്പോൾ എത്ര ഇട്ട് തിരിച്ചു മറിച്ചും കള്ളത്തരം പറയാതെ പിന്നെ ഇരിക്കുന്നത് അവർക്കും അറിയാം. നമുക്ക് എത്രയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്താലും നമ്മളും ഉള്ള കാര്യമേ പറയത്തുള്ളൂ. അപ്പോൾ അവരാദ്യം നമ്മളെ അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യും. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അന്വേഷണം നടത്തും. നമ്മളല്ലാതെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ അവർ അന്വേഷിച്ച് നമ്മുടേതായ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ കളക്ട് ചെയ്ത് പിന്നെയും നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്നൊക്കെ അവർ നമ്മളെ നോക്കിയിട്ടേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ അവിടെ പോകുന്നതും സംസാരിക്കുന്നതും എല്ലാം. ഞാൻ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അവരോടൊക്കെ സംസാരിക്കുക, അവരോടൊക്കെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക. അതും കുറേ നേരം, എത്രയോ നേരമാണ് അവർ നമ്മളോട് ഓരോ ഈ കേസിൻ്റെ കാര്യമായിട്ട് ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ഈ ആൾക്കാർ പറഞ്ഞ പോലെ ഒന്നുമല്ല കേട്ടോ. ഞാൻ കേസ് കൊടുത്തത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ്. സത്യം പറഞ്ഞാൽ അന്ന് അവിടുത്തെ ആ ഒരു അന്വേഷണത്തിൻ്റെ ടീമിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. കാരണം അത്രയും സിൻസിയറായിട്ട് നമ്മളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ ഒരു കേസ് അന്വേഷിക്കുകയും അത് എല്ലാ ഡോക്യുമെൻസും അവർ കണ്ടുപിടിക്കുകയും എല്ലാം ചെയ്ത് നമ്മൾ പിന്നെ ഇപ്പോൾ അപ്പോഴൊക്കെ ഇവരൊക്കെ പറയുവാണ്, നാട്ടുകാരും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അവനുമായി ഡീൽ ചെയ്ത് പൈസ കൊടുത്ത പിന്നെ ആൾക്കാരും ഒക്കെ പറയുന്നതാണ്, ഞാൻ പൈസ വാരിക്കോരി എറിഞ്ഞു എന്നിട്ടാണ്, അതുകൊണ്ടാണ് കേസ് ഇങ്ങനെ. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ഇത്രയും ആ ഒരു ടീമിനെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലുള്ള അന്നത്തെ 2016-17 ഞാൻ കേസ് കൊടുത്ത സമയത്തുണ്ടായിരുന്ന അന്വേഷണത്തിൻ്റെ ടീം ശരിക്കും ഈ പറയുന്ന കണക്ക് ലക്ഷങ്ങളോ ആയിരങ്ങളോ അല്ലെങ്കിൽ ഒന്നും നമ്മളോട് ചോദിച്ചില്ല എന്നുള്ളതല്ല. അങ്ങനെ ഒരു സംഭവം എന്നുള്ള രീതിയിൽ ഒന്നും വന്നിട്ടില്ല. എന്തിനാണ് ലക്ഷങ്ങളും ആയിരങ്ങളും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സത്യസന്ധമായിട്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ അതേപോലെ തന്നെ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അന്ന് എനിക്ക് അന്നത്തെ ടീമിലുള്ള സാറന്മാരുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങളോ കോടികളോ ആയിരങ്ങളോ പോലും നമ്മുടെ കയ്യിൽ വേണ്ട. ഒരു പരാതി നമ്മൾ കൊടുത്തു, അവരത് അതേപോലെ അതിനനുസരിച്ചിട്ട് അവർ അന്വേഷിക്കുന്നു, അവരതനുസരിച്ചിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. മനസ്സിലായി? ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമുക്ക് അല്ലാതുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. അതിന് ശേഷമാണ് ഞാനിപ്പം നമ്മളോടുള്ള ഇടപെടലും അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് റിലാക്സ്ഡ് ആയത്, ഞാനൊന്ന് സമാധാനിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ലക്ഷങ്ങളോ ആയിരങ്ങളോ ലക്ഷങ്ങളോ പോട്ടെ, ഞാൻ ചില ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഞാൻ ചിലപ്പം പൈസ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ പൈസ തൽക്കാലത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടോ ആയിരിക്കും. നമ്മളെ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുവാണ്. അയ്യോ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അങ്ങനെ, പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഇങ്ങനെ, പിന്നെ വാദിയെ പ്രതിയാക്കും, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ നമ്മളെ മനസ്സിലിട്ട് വന്ന് നമ്മളെ പേടിപ്പിച്ചിട്ടാണ് ഓരോന്ന് അങ്ങോട്ട് വിടുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ കൊണ്ടാവാം പല ആൾക്കാരും ഈ പരാതി കൊടുക്കാനൊക്കെ പേടിക്കുന്നത്. ഒന്നുമില്ല, നമ്മളെ കേരള പോലീസ് സൂപ്പറാണ്. ഓക്കെ, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത്. ഓക്കെ, കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല. നമുക്ക് പരാതി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒരു സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക. ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു വക്കീലിനെ കണ്ട് പരാതി എഴുതി അതുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ ഭാഷയിൽ പരാതി എഴുതി അവിടെ കൊണ്ട് കൊടുക്കുക, കാര്യം പറയുക. അവരുടേതായ രീതിയിൽ അവർ അന്വേഷിക്കും. അവർ നല്ല രീതിയിൽ നമുക്ക് നമ്മൾ ജെനുവിനാണ് എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ അവർ അതേപോലെയാണ് അവരുടെ കേസ് അന്വേഷണം നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കേരള പോലീസ് സൂപ്പറാണ്. എനിക്ക് വേറൊരു സ്റ്റേഷനിൽ പോയിട്ടും അങ്ങനെ ഉള്ള വലിയ സ്റ്റേഷനിൽ ഒരുപാട് സ്റ്റേഷനിലൊന്നും പോയിട്ടില്ല. പക്ഷേ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുള്ള അന്നത്തെ ആ ടീം ഇപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെയുള്ള പോലീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന അന്നുണ്ടായിരുന്നവരൊക്കെ ഇപ്പം ഇല്ല, അവരൊക്കെ പല സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി പോയി എന്ന് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഉള്ള ടീമാണെങ്കിലും നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഉള്ള കാര്യം ഉള്ള പോലെ സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്ത് കുറേ ജെനുവിനല്ലാത്ത സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ എങ്ങനെ ചോദിച്ചാലും സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേസ് നല്ല രീതിയിൽ പോവും, നല്ല രീതിയിൽ അവരന്വേഷിക്കും. നമ്മൾ അന്ന് അവരുമായിട്ട് സഹകരിച്ചാൽ മാത്രം മതി. അതിന് തന്നെ ആൾക്കാരെന്തൊക്കെ പറഞ്ഞു, ഞാൻ പൈസ വാരി എറിഞ്ഞു, അങ്ങനെയൊക്കെ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ എനിക്കറിയാം എന്തൊക്കെയാണ് കേസ് അന്വേഷണത്തിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെയാണ് ചെയ്തതെന്നും. 1 രൂപ പോലും എനിക്ക് അവിടെ പരാതി കൊടുത്തത് കൊണ്ട് 1 രൂപ പോലും എനിക്ക് ചിലവായിട്ടില്ല. ഈ പറയുന്ന പോലുള്ള ഒരു സംഭവമില്ല. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ആരും 1 രൂപ പോലും ചോദിക്കത്തുമില്ല. ഞാൻ പറഞ്ഞു, ഒന്നും എനിക്ക് പറയാനില്ല. നമ്മുടെ കേരള പോലീസും അടിപൊളിയാണ്. ഓക്കെ.